Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലോത്ത് മോഡിഫയറിനെ കുറിച്ചാണ്. നമ്മൾ ക്ലോത്ത് മോഡിഫയറിനായിട്ട് ആദ്യമൊക്കെ നമ്മളൊരു ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ടേബിൾ വരച്ചിട്ടുണ്ട്. ആ ടേബിളിലേക്ക് നമ്മളൊരു ഷീറ്റ്, അതായത് ബെഡ് ഷീറ്റ് പോലെ ടേബിളിന് ഒരു ഷീറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അതിന് ഞാൻ ആദ്യമൊക്കെയാണ് ജസ്റ്റ് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഷീറ്റ് ടേബിളിനേക്കാൾ വിടുത്തും ലെങ്ത്തിലും നമ്മൾ വരച്ചു കൊടുക്കും. ജസ്റ്റ് പ്ലെയിൻ എടുക്കുക. അതിനുശേഷം ടോപ്പ് വ്യൂവിൽ, അതായത് ആ ടേബിളിനേക്കാൾ ലെങ്ത്തും കൊടുത്തുണ്ടായിരിക്കും. കാരണം അതൊരു മാനിന് സിമുലേറ്റ് വീഴുക, അതായത് കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇപ്പോൾ വീണ ആ ടേബിളിലേക്ക് വീഴുമ്പോൾ ചുളുങ്ങി കിടക്കണം. അപ്പോൾ കുറച്ച് ലെങ്ത്തും വിഡ്ത്തും എക്സ്ട്രാ കൊടുക്കുക. അതേപോലെ സെഗ്മെന്റ്സും എക്സ്ട്രാ കൊടുക്കുക. നമ്മളിപ്പോൾ ആ ടേബിളിന് ആകെ വളരെ കുറച്ച് സെഗ്മെന്റ്സ് ആയിരിക്കും. ആ സെഗ്മെന്റ്സ് നോക്കിയാൽ ഓൺലി 4 ലെങ്ത് സെഗ്മെന്റ്, വിഡ്ത്ത് സെഗ്മെന്റും ആകെ 4. നമ്മൾ ക്ലോത്ത് മോഡിഫയർ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മാക്സിമം ഒരു 80, 100, അത്രയും സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. അത്രയും സെഗ്മെന്റ്സ് ആഡ് ചെയ്താലാണ് ആ ചുളിവുകളൊക്കെ കറക്റ്റായിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചുളിവൊന്നും കറക്റ്റായിട്ട് വരില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് വ്യൂ ഓൺ ആക്കുക. ഫ്രണ്ട് വ്യൂ ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ വരച്ചത് ഏറ്റവും ബോട്ടത്തിലാണ് കിടക്കുന്നത്. അതായത് ഏറ്റവും ബോട്ടത്തിലാണ് പ്ലെയിൻ വന്ന് കിടക്കുന്നത്. ആ പ്ലെയിൻ ജസ്റ്റ് നമ്മളൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. മേലെ തന്നെ വീഴേണ്ടത് ജസ്റ്റ് ഇവിടെ ആയിട്ട് ചെയ്യാൻ വെച്ചു കൊടുത്തു. കുറച്ച് ഹൈറ്റിലായിട്ട് മൂവ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ ജസ്റ്റ് ടോപ്പ് വ്യൂ ഓൺ ആക്കുക. ഗ്രിഡ് ഓഫ് ആക്കിയിട്ട് കറക്റ്റ് മേലെയാണ് വന്നു കൊടുക്കുന്നത്. ഫ്രണ്ട് വ്യൂ കറക്റ്റ് ടേബിളിന്റെ മേലെയാണ് ഷേപ്പ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കറക്റ്റാണ്. ഇത് നമ്മൾ ക്ലോത്ത് മോഡിഫയർ അപ്ലൈ ചെയ്യുക. നമ്മൾ ആ പ്ലെയിനിനെ ജസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ മോഡിഫയർ എന്ന ടൈപ്പ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം മോഡിഫയർ ലിസ്റ്റ് എടുക്കുക. ജസ്റ്റ് CL എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ മോഡിഫയർ ലിസ്റ്റ് എടുത്തതിനു ശേഷം നമ്മൾ സെഗ്മെന്റ് ആഡ് ചെയ്താൽ ഹാങ് ആവാനുള്ള സാധ്യത ശ്രദ്ധിക്കുക. നമ്മൾ സെഗ്മെന്റ്സ് മാക്സിമം ആഡ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ മോഡിഫയർ ലിസ്റ്റ് എടുക്കുക, അതിൽ CL എടുക്കുക. CL ക്ലോത്ത് വന്നെടുക്കുക. ജസ്റ്റ് ക്ലോത്ത് ഒന്ന് മോഡിഫയർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ താഴെയുള്ള ഈ ടേബിളിലേക്കാണ് വീഴുന്നത്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്ലെയിൻ ഇവിടെ വന്നെടുക്കുന്നുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത പ്ലെയിൻ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെലക്ട്, അത് ക്ലോത്ത് ആയിട്ടാണ് വേണ്ടത്. ക്ലോത്ത് ചെയ്ത് കൊടുത്തു. നമുക്ക് പ്രീസെറ്റ് ആയിട്ട് കുറച്ച് ക്ലോത്ത് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, കോട്ടൺ, ഫ്ലാനൽ, ജനറിക്, ഹെവി, സിൽക്ക്, അങ്ങനെ ഡീഫറെന്റ് ആയിട്ട് കുറച്ച് ഉണ്ട്. നമ്മളിപ്പോൾ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കോട്ടൺ എടുത്തു. കോട്ടൺ എടുക്കുമ്പോൾ യൂബെന്റ്, വീബെന്റ്, അങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് ഓരോന്നിനും ഡീഫോൾട്ട് ആയിട്ട് ഓരോ വാല്യൂസ് ഓൾറെഡി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടൺ എടുത്താൽ അതിന്റെ വാല്യൂസ് ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ പ്ലെയിൻ സെലക്ട് ചെയ്തു. ഈ പ്ലെയിൻ ആണ് ഷീറ്റ് ആയിട്ട് വരിക. ആ പ്ലെയിൻ താഴേക്ക് വരുമ്പോൾ ഏതൊക്കെ ഒബ്ജക്റ്റിലേക്കാണ് വീഴേണ്ടത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്തു. അപ്പൊ 2 ഒബ്ജക്റ്റ് നമ്മൾ വരച്ചു കൊടുക്കുക. അതായത് ഇതാ ടേബിളിന്റെ പോർഷൻസ് ആണ്. അപ്പൊ ഈ 2 ടേബിളും കൺട്രോൾ കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇപ്പൊ ആ 2 പോർഷൻ കൂടി ഇതിലേക്ക് വന്നു. ഇനി നമ്മൾ കൊളീഷൻ ഒബ്ജക്റ്റ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. കൊളീഷൻ ഒബ്ജക്റ്റ് ഓൺ ആക്കി കൊടുത്താൽ ആ പ്ലെയിൻ താഴേക്ക് വീഴുക. അതായത് ആ ഷീറ്റ് താഴേക്ക് വീണിട്ട് ഈ 2 ഒബ്ജക്റ്റിലേക്ക്, അതായത് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒബ്ജക്റ്റിലേക്ക് വീഴണം. അപ്പൊ ആ വീഴാൻ വേണ്ടിയിട്ടാണ് കൊളീഷൻ ഒബ്ജക്റ്റ് ഓൺ ആക്കി കൊടുക്കുന്നത്. അത് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഗ്രാവിറ്റി കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡീഫോൾട്ട് ആയിട്ട് -9018 ആണ്. അത് നമ്മളൊന്ന് മാറ്റം വരുത്തണ്ട. സെൽഫ് കൊളീഷൻ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതിന്റെ വാല്യൂ ജസ്റ്റ് 1 ആക്കി കൊടുക്കുക. അതിനുശേഷം സിമുലേറ്റ് ലോക്കൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. കണ്ടോ, നമുക്ക് ഫ്രണ്ട് വ്യൂ ഓൺ ആക്കിയിട്ട് കൊടുത്താൽ ഇത് താഴേക്ക് വരുന്നത് കാണാൻ പറ്റും. വളരെ മെല്ലെ സൂക്ഷിച്ചു നോക്കി കാണാൻ പറ്റും. തന്നെ വരുന്നു, കുറച്ച് ടൈം എടുക്കും.
ഇപ്പൊ മുട്ടി ഞാൻ ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്യണം. സെഗ്മെന്റ്സ് കാണാണ്ടിരിക്കാൻ ജസ്റ്റ് F4 പ്രസ് ചെയ്തു, F3. ആ ടേബിളിലേക്ക് ഇപ്പോൾ അത് വീഴുന്നത് കാണാം. നമ്മളെ കൂടുതൽ സെഗ്മെന്റ്സ് കൊടുത്താലാണ് അതിനനുസരിച്ച് ഈ ചുളിവൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരും. സെഗ്മെന്റ്സിന്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ ഷീറ്റിന്റെ പെർഫെക്റ്റ്, അതായത് കൂടുതൽ കണ്ട നല്ല പെർഫെക്ഷൻ തോന്നണമെങ്കിൽ കൂടുതൽ സെഗ്മെന്റ്സ് കൊടുക്കും. പക്ഷെ സെഗ്മെന്റ്സ് കൂടുതൽ കൊടുത്താൽ നമ്മുടെ ലാപ്ടോപ്പ് നന്നായി ലാഗ് ആവാനുള്ള ഉണ്ട്, അതേപോലെ ഹാങ് ആവാനൊക്കെ സാധ്യത. നല്ലൊരു ലാപ്ടോപ്പ് ആണെങ്കിൽ സീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് ടൈം കൊടുക്കും, ഇടയ്ക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല, അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യേണ്ടി വരും. നമുക്ക് ആവശ്യമായ ഏകദേശം ഷേപ്പ് കിട്ടിയ സിമുലേറ്റ് ലോക്കൽ ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കും. കണ്ടോ, അത് സിമുലേറ്റ് ചെയ്യണം, പരിപാടി അവസാനിച്ചു. അതിന് സെലക്ട് ചെയ്താൽ വീണ്ടും ഓപ്ഷൻസ് കിട്ടും. ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, അതായത് ഷീറ്റിന്റെ ജസ്റ്റ് മെറ്റീരിയൽ ജസ്റ്റ് എം പ്രസ് ചെയ്യും, ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് ജസ്റ്റ് ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ സ്ലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒരു ഡിഫ്യൂസിൽ നമ്മളൊരു ബിറ്റ് മാപ്പ് ആഡ് ചെയ്യുക. ജനറലി ബിറ്റ് മാപ്പിൽ പോവുക, ഏതെങ്കിലും ഒരു ഇമേജ് ഓൺ ആക്കി കൊടുക്കുക, ഈ ബിറ്റ് മാപ്പിൽ ഓക്കെ കൊടുക്കുക. PC നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഇമേജ് കൊടുക്കുക. ബോക്സ് കൊണ്ട് വല്ലതും കാണാം. ഞാൻ ഈ ഒരു ക്ലോത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഷോ ഷെയ്ഡഡ് മെറ്റീരിയൽ വ്യൂ പോർട്ട് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്തു. ഗോ ടു പാരന്റ് പോവാം. ജസ്റ്റ് നമ്മൾക്ക് അത് നമ്മൾ മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ നോക്കാം. ജസ്റ്റ് ഗോ ടു പാരന്റ് പോവുക. അതിനുശേഷം സെലക്ട് ചെയ്ത മെറ്റീരിയലിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അസൈൻ മെറ്റീരിയൽ ടു പാരാമീറ്റേഴ്സ്. ഇപ്പൊ നമുക്ക് തോന്നിയ പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് ഷേപ്പിൽ തീരെ വൃത്തിയില്ല. അതായത് ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു അതിന്റെ സ്കെയിൽ വാല്യൂ തീരെ മനസ്സിലാവില്ല, വൃത്തിയില്ല. അത് മാറ്റാൻ മാപ്പ് സ്കെയിലർ കൊണ്ടൊരു മോഡിഫയർ ഉണ്ട്. ജസ്റ്റ് MA സെർച്ച് ചെയ്യുക, മോഡിഫയർ എടുക്കുക, MA മാപ്പ് സ്കെയിലർ. ജസ്റ്റ് മാപ്പ് സ്കെയിലർ ടിക്ക് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം സ്കെയിൽ ഇപ്പോൾ ഡിക്രീസ് ചെയ്യാതെ നമുക്ക് 99 ആണ് കൊടുത്തുള്ളത്. ഈ സെഗ്മെന്റ്സിലോട്ട് നന്നായി ഹാങ് ഉണ്ട്. ഇത് നമ്മൾ ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ സെഗ്മെന്റ്സ് കൊടുത്തല്ലോ, അതുകൊണ്ട് ഹാങ് ഉണ്ട് ഇത് വരയ്ക്കുമ്പോൾ. അതാണ് ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുമ്പോഴുള്ള സെയിം.
അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 10 ടൈപ്പ് ചെയ്യാം. അപ്പൊ മാറ്റം ഏതാണ്ട് റെഡി ആയി. നമുക്ക് കുറച്ചുകൂടിയാണ് മാറ്റം വരുന്നത്. 10 പകരം 5 ടൈപ്പ് ചെയ്തു. കുറച്ചുകൂടി ഉണ്ട് ഷേപ്പ് വന്നു. ഇങ്ങനെയാണ് നമുക്ക് ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്തിട്ട് ഒരു ടേബിളിന് ഷീറ്റ് കൊടുക്കുന്നത്. കണ്ട ആ ടേബിളിന് കണ്ട 4 കാലിന്റെ മേലേക്ക് ഏതൊക്കെയാണോ നമ്മൾ ഒബ്ജക്റ്റ് കൊടുത്തത് ആ ഒബ്ജക്റ്റിലേക്ക് ആ ഷീറ്റ് മേലെ നിന്ന് വീണാൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക, ആ ഗ്രാവിറ്റിയിൽ വീണ ആ ഗ്രാവിറ്റി വാല്യൊക്കെ നമുക്ക് മാറ്റം കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള -98 വാല്യൂലാണ് ഞാൻ ചെയ്തത്. അതിൽ മാറ്റം വരുത്തിയാൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് നോക്കി നോക്കാം. അതിൽ ഓരോ വാല്യൂസ് മാറ്റി വരും. ഇതാണ് ക്ലോത്ത് മോഡിഫയറിന്റെ യൂസേജ്. താങ്ക് യു ഫോർ വാച്ചിങ്.